ഹായ് ഓൾ. അപ്പോൾ ഇന്ന് 26 ഫെബ്രുവരി 2026. ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡെയിലി നാസ്ഡാക്കിൽ നിന്ന് തുടങ്ങും. നാസ്ഡാക്കിലെ ഡെയിലി ക്യാൻഡിൽ നോക്കാം. ഡെയിലി ക്യാൻഡിൽ ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ട്രെൻഡ് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് ഉള്ളത്. സോ കൈൻഡ് ഓഫ് എന്താ പറയുക, അക്യുമുലേറ്റീവ് ഫേസിലാണ് പ്രൈസ്. ഒരുപാട് ലോ ടൈം ഫ്രെയിമിൽ നമുക്ക് അല്ല ഹൈ ടൈം ഫ്രെയിമിലെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ബയസ് കൺഫേം ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എ പ്രോബ്ലം ഇൻ അക്യുമുലേറ്റീവ് ഫേസ്. ഓക്കെ, അപ്പോൾ ഇപ്പം പ്രൈസ് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് നേരത്തെ മിറ്റിഗേറ്റ് ചെയ്തൊരു സെൽ സൈഡ് തന്നതാണ്. അപ്പം അത് ഇൻവേഴ്സ് ചെയ്താൽ മേ ബി പ്രൈസ് മേലോട്ട് പോകാം, ഓർ പ്രൈസ് താഴോട്ട് തന്നെ പോകാനും ചാൻസ് ഉണ്ട്. സോ ഡെയിലി ക്യാൻഡിൽ ഇസ് നോട്ട് എ ബിഗ് തിങ്. 4 ഹവറിലേക്ക് വരുവാണെങ്കിൽ പ്രൈസ് ഓവറോൾ ബാരിഷാണ്. ഇപ്പോൾ ചെറിയൊരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഈ ബൈ സൈഡ് എടുത്തപ്പോൾ ഒരു റിയാക്ഷൻ തന്നു ഈ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. ഇവിടെ ക്ലോസ് ചെയ്ത് പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ 4 ഹവറിൽ. സോ പ്രൈസ് അത് ലിക്വിഡ് എടുക്കാനായിരിക്കും മേ ബി മേലോട്ട് പോയത്. സോ ഇവിടെ പോയിട്ട് വേണമെങ്കിൽ പ്രൈസിന് താഴോട്ട് തന്നെ വരാം, ഓർ ഇറ്റ് ക്യാൻ ഷൂട്ട് അപ്പ്. ഓക്കെ, 1 ഹവറിൽ നോക്കുവാണെങ്കിൽ പ്രൈസ് ഒരു ബുള്ളിഷ് നേച്ചറാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അത് പ്രൈസ് എടുത്തിട്ട് ജസ്റ്റ് അവിടെ മിറ്റിഗേറ്റ് എന്ന് പറയാനില്ല, ജസ്റ്റ് ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്ത പോലെ വന്നിട്ട് ലിക്വിഡിറ്റി ഉണ്ട് അവിടെ. പ്രൈസ് മേലോട്ട് പോയതാണ്. ഈ ഒരു ഗ്യാപ്പ് നേരത്തെ കാണിച്ച ഈ 4 ഹവർ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആഫ്റ്റർ ടേക്കിംഗ് ദാറ്റ് പ്രൈസ് ക്യാൻ കം ഡൗൺ. ഓക്കെ, സോ ബെയറിഷ്നെസ് ഉണ്ട് ലോ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ. ഓക്കെ, നമുക്കൊരു 15 മിനിറ്റ്സ് നോക്കാം. 30 മിനിറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? സെയിം പ്രൈസ് ആക്ഷൻ 15 മിനിറ്റ്സിൽ. ഓവറോൾ ഇന്ന് വന്നു. ഏഷ്യൻ ലോ ഹൈയും ഏഷ്യൻ ലോയും ഹോൾഡ് ചെയ്തിട്ട് പ്രൈസ് ചുമ്മാ ബാരിഷിൽ പോവാണ്, ബുള്ളിഷിൽ പോവാണ്. സോ ലെറ്റ്സ് സീ. ഇത് 9:30 ഓപ്പൺ ആയിട്ട് നമുക്ക് പ്രൈസിൻ്റെ ഡെലിവറി എങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ES നോക്കാം. ESൽ ഡെയിലി എടുത്ത് നോക്കുമ്പം ESൽ സെയിം ആ ഗ്യാപ്പ് കണ്ടോ. അത് ESൽ ഇവിടെ ഈ ഒരു സ്വിങ് ഹൈ അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു ഗ്യാപ്പായിരിക്കും. ദിസ് മസ്റ്റ് ബി ദ ഗ്യാപ്പ്. എനിക്കിവിടെ ഈ ഒരു ഗ്യാപ്പാണ്. സോ ഈ ഒരു ഗ്യാപ്പാണ് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ക്യാൻ ബി ബുള്ളിഷ്. ഓക്കെ, ഓവറോൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ കൈൻഡ് ഓഫ് ബുള്ളിഷ് ആണ് ESൽ. 4 ഹവറിലും അതേപോലെ തന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ES ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. സ്റ്റിൽ നമുക്ക് 9:30 ഓപ്പൺ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ആ ഗ്യാപ്പ് ഇതിലുണ്ട്. 4 ഹവർ ഗ്യാപ്പ്, 1 ഹവർ ഗ്യാപ്പിൽ 4 ഹവറിൽ ഈ ഗ്യാപ്പ് 1 ഹവറിലേക്ക് അത് എക്സാജറേറ്റ് ചെയ്ത് ഇവിടെ കാണാം. അതിലാണ് പ്രൈസ് അപ്പോൾ ഉള്ളത്. സോ അവിടെ ഉള്ളതെങ്കിൽ പ്രൈസിൽ അവിടുന്ന് റിജക്റ്റ് ചെയ്യാം, ഓർ പ്രൈസ് ക്യാൻ ഗോ ഹയർ ഫ്രം ദ 15 മിനിറ്റ്സിൽ സെയിം. ഈ ഒരു ഹൈ കണ്ടോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഹൈ ആണ്. കാരണം ഇത് നിൽക്കുന്നത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഫെയർ വാല്യൂ അല്ല പ്രൈസിൻ്റെ ഉള്ളിലാണ്. എക്സാക്ട്ലി ഇവിടെ 50% ലെവലിലുമാണ്. അപ്പോൾ അത് ആക്ച്വലി ഒരു നല്ലൊരു ലിക്വിഡിറ്റി സെറ്റപ്പ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം അങ്ങനെ തന്നെ. കുറച്ചുകൂടി വിളിക്കാം. ആൻഡ് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ ESൽ എടുത്തിട്ടുണ്ട്. ലൈക്ക് ESൽ ആ ഹൈ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ആൻഡ് NQലാണെങ്കിൽ അത് എടുത്തിട്ടില്ല. സി ആ ഹൈ ഇപ്പോൾ ഹോൾഡ് ചെയ്യാം. അപ്പോൾ അത് 78 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് 9:30 പ്രൈസ് ഡെലിവറി നോക്കിയിട്ട് ലെറ്റ്സ് സി. ഓക്കെ, എന്നിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബയസ് പറയാൻ പറ്റുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ മാർക്കറ്റ് ഓപ്പണിൻ്റെ മുന്നേ അല്ലെ ട്രേഡിൻ്റെ മുന്നേ ജസ്റ്റ് ഒരു ബയാസുമായിട്ട് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനിപ്പുലേറ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇറ്റ്സ് ബെറ്റർ ടു
ഗോ വിത്ത് ദ മാർക്കറ്റ് അപ്പോൾ റിയൽ ടൈമിൽ എന്താണ് കാണിക്കുന്നത് അതിന് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പം ഈ ഒരു ലെവലുണ്ട്, ഈ ഒരു ലെവലുണ്ട്, 2 ലെവൽസാണുള്ളത്. പിന്നെ ബൈ സൈഡിലേക്കാണെങ്കിൽ ലിക്വിഡിറ്റി നമുക്ക് നോക്കാം. ലിക്വിഡിറ്റി സെൽ സൈഡിൽ നമുക്ക് ഇത്രയും വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ, പിന്നെ ഇത്രയും LRL ഉണ്ട്. സെൽ സൈഡ് ഈസ് ക്ലിയർ. സെൽ സൈഡ് എന്താ പറയുക, ജസ്റ്റ് മാർക്ക് ചെയ്തിടാം. ഇവിടെ നിന്ന് ഇങ്ങനൊരു LRL ഉണ്ട്, ഇവിടെ വരെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. സോ അതിൻ്റെ താഴോട്ടും ഉണ്ട്, ജസ്റ്റ് ഇവിടെ വരെ മാർക്ക് ചെയ്യാം. ഇവിടെ LRL ഉണ്ട്, സി ഇതൊക്കെ LRL ആണ്. ജസ്റ്റ് ഇവിടെ വരെ മാർക്ക് ചെയ്യാം, മറ്റേത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. LRL ഉണ്ട്, പിന്നെ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സെൽ സൈഡ് ആക്ച്വലി ഈസ് റിയലി ഗുഡ്. പിന്നെ ബൈ സൈഡ് നോക്കുവാണെങ്കിൽ ബൈ സൈഡ് ഇവിടെ നിന്ന് ബൈ സൈഡിലും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്, കാരണം LRL പ്രൈസ് ഡെലിവറി ഉണ്ട്, പിന്നെ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ കൈൻഡ് ഓഫ് ഇക്വിലിബ്രിയത്തിലാണ്. ഞാൻ ഡെയിലി പ്രൈസ് റേഞ്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സ്റ്റേറ്റിലാണ്. നമുക്ക് നോക്കാം. കുറച്ചും കൂടി ഒരു ബുള്ളിഷ്നെസ് നേരത്തെ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓൾസോ വി ഹാവ് ദ സെയിം LRL ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് നീട്ടാട്ടോ വേണമെങ്കിൽ. സോ ദിറ്റ്സ് ഓൾസോ അപ് ടു യു. ദിസ് ഈസ് ഓൾ LRL. ജസ്റ്റ് അവിടെ വരെ ഇപ്പോൾ വരയ്ക്കുന്നുള്ളൂ. LRL ഉണ്ട്. പിന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൈൻഡ് ഓഫ് ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ക്യാൻ ഷോ ബുള്ളിഷ്നെസ്. ഇത് നമുക്ക് റിയൽ ടൈം മാർക്കറ്റ് നോക്കിയിട്ടേ പറയാൻ പറ്റും. പിന്നെ ബൈ സൈഡിൽ ഇത്രയും ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്. ഭയങ്കര ബുള്ളിഷാണ് കേട്ടോ, ടു ബി ഓണസ്റ്റ്. കാരണം NQ പ്രൈസ് ഡെലിവറി ഏകദേശം ഇവിടെ എത്തിയിട്ടുള്ളൂ. സ്റ്റിൽ ഈസ് ബുള്ളിഷ്. ലെറ്റ്സ് സീ മാർക്കറ്റ് ഓപ്പൺ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഈ ഒരു SMT ഉള്ളത് ബുള്ളിഷ് ആണെങ്കിൽ ഐ തിങ്ക് ഐ വിൽ ഗോ വിത്ത് ബെയറിഷ് ആണെങ്കിൽ ഐ മൈറ്റ് ഗോ വിത്ത് NQ. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓൾറൈറ്റ്, നമുക്ക് പ്രൈസ് 9:30 ഓപ്പൺ വേണ്ടി വെയിറ്റ് ചെയ്യാം. 5 minutes. No, sorry, 4 minutes. 4 minutes to market open. ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഷുഡ് ബി റിയലി കെയർഫുൾ. കാരണം ഒരു വൺ ഡയറക്ഷനിൽ മൂവ് ആണെങ്കിലാണ് നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി എളുപ്പം ട്രേഡ് ചെയ്യാൻ. കാരണം നമുക്ക് മാർക്കറ്റിൻ്റെ കൂടെ അങ്ങ് പോയാൽ മതി. മറിച്ച് ഇതുപോലത്തെ ഒരു കൺസോളിഡേഷൻ ഡേ ആണെങ്കിൽ മാർക്കറ്റ് എന്താ പറയുക, സെൽ സൈഡും ബൈ സൈഡും ലൈക്ക് രണ്ടും ഒരുമിച്ചെടുക്കാം. മാർക്കറ്റിന് എന്താ പറയുക ഒരു ക്യാരക്ടർ ഉണ്ടാവണമെന്നില്ല. അത് നെസസറി ആയിട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പം ബൈ സൈഡും സെൽ സൈഡും എടുത്ത് ചുമ്മാ ഇങ്ങനെ ചോപ്പിയായിട്ട് കളിക്കാം പ്രൈസ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ട്രേഡ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹാർഡ്. ഓക്കെ, അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. സോ നമുക്ക് നോക്കാം. ക്ലിയർ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കാം. ലെറ്റ്സ് വെയിറ്റ്. പേഷ്യൻസ് ഈസ് ദ കീ. ഓക്കെ, let's see. Almost 2.5 minutes more to market open. പ്രൈസ് ഇതിൽ ബാരിഷൻസ് കാണിക്കുന്നുണ്ട്. സോ വിചാരിക്കുന്നത് ലണ്ടൻ ലോ എടുത്തിട്ട് പ്രൈസ് മേ ബി ബുള്ളിഷ് ആവാം. ഓർ അതാണ് കീ ലെവൽ, ലണ്ടൻ ലോ. ഓക്കെ, ജസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആയി നമുക്ക് പ്രൈസ് ഡെലിവറി എങ്ങനെയാണെന്ന് നോക്കാം. ലണ്ടൻ ലോ എടുത്തു നേരത്തെ പറഞ്ഞ പോലെ ടേക്ക് ദാറ്റ്. ESL it's gonna be bearish, I think. എടുത്ത സ്ഥിതിക്ക് 5 minutes ഡ്രോപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വേറെ ഗ്യാപ്പ് ഉണ്ടോ? പക്ഷെ അത് 5 minutes ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നല്ല റെഫ്യൂജ് തരുവാണെങ്കിൽ ഞാൻ നാസ്ല എൻട്രി എടുക്കും. 3 seconds left.
ആക്ച്വലി ഒരു നല്ല സൈനാണ്. എനിക്ക് നല്ലൊരു വാല്യൂ ക്യാപ്പ് വേണം അവിടെ. എന്ന് പറഞ്ഞാൽ അവനെ ക്ലീൻ വൺ 47 ഓൾമോസ്റ്റ് $1,000 റിസ്ക് വരും. വാല്യൂ ക്യാപ്പ് ഹോൾഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൈസ് എൻട്രി എടുക്കാം. Let's see. Order filled. എനിക്ക് ഇഷ്ടമല്ല ഈ സൗണ്ട്, ടു ബി ഓണസ്റ്റ്. എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. കാര്യം പറഞ്ഞു നമുക്ക് ES അത് അൺവാണ്ടഡ് റിസ്ക് മേ ബി അതായിരിക്കും റണ്ണാവുക. ബട്ട് ഞാനൊന്നും ഒരുപാട് റിസ്ക് ചെയ്യുന്നില്ല. അത് ദിവസം നല്ലതല്ല. നെക്സ്റ്റ് ലിക്വിഡിറ്റി എവിടെയാണ്? ഇതൊരു നല്ല ലിക്വിഡിറ്റിയാണ്. നമുക്കിത് ടാർഗറ്റ് ചെയ്യാം. നമുക്ക് അത്രയും ആവശ്യമില്ല, സ്റ്റിൽ നമുക്കത് ടാർഗറ്റ് ചെയ്യാം. One is to 1 അല്ല ഞാൻ ബ്രേക്ക് ആക്കാമെന്ന് വിചാരിക്കുന്നത്. അതായത് 40 ഉണ്ട്, 40 ഡൗൺ ഈ ഒരു ലെവലിൽ നമുക്ക് അവിടെ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട്. സോ 1 is to 1 ഞാൻ മാർക്ക് ചെയ്യാം. അവിടെ എനിക്ക് ബ്രേക്ക് ചെയ്യാനാക്കണം പ്രൈസ്. യെസ് നോക്കാം. കൈൻഡ് ഓഫ് ബുള്ളിഷ്നെസ് ആണല്ലോ. യെസ് ലോ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. Yes, allow break ആണെങ്കിൽ that would be great. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു $1,000 അടുത്ത് കാണിക്കുവാണെങ്കിൽ I'll go break even. The 1 is to 1, I'm going break even. So, making a break even. So ഇനി നമുക്ക് റിസ്ക് ഇല്ല. That's a good thing. But still price ഇപ്പോഴും ചോപ്പിയാണ്. So we can't expect too much from it. If I value gapൻ്റെ അകത്താണ് പ്രൈസ്. So എന്താ പറയുക, if ഇത് വന്നിട്ട് SL എടുക്കുകയാണെങ്കിൽ I'm stopping for the day. Okay, ഇത്രയും no, I don't care about the profit that I just made. കാരണം price is shitty delivery price. Yeah, ഇവിടെ ഒരു എക്സ്റ്റേണൽ ഉണ്ട് പ്രൈസിന് ISL.
സോ അതെടുക്കാം. പിന്നെ ഇത്രയും എല്ലാവരെല്ലാം ഉണ്ട്. സോ പ്രൈസിന് വേണമെങ്കിൽ പ്രൈസിന് വരാം. യെസിൽ 5 minutes ക്യാൻഡിലുണ്ട്. ഈ 15 minutes ക്യാൻഡിൽ യെല്ലോ എടുത്താൽ മതി. That'll be great. എന്തിനാ പ്രൈസ് ഇങ്ങനെ പോകുന്നത് ഇപ്പം? ഫെയർ വാല്യൂ ക്യാപ്പ്, ഈ ഫെയർ വാല്യൂ ക്യാപ്പ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യാൻ പാടില്ല, അതായത് ഇൻവേഴ്സ് ചെയ്യാൻ പാടില്ല. ഇൻവേഴ്സ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ബയാസ് വാസ് പറഞ്ഞില്ല, ഇന്നത്തെ വൃത്തിയിട്ട ദിവസം. തിങ്ക് SL അടിക്കും, ബട്ട് സ്റ്റിൽ നമ്മളിന്ന് റിസ്ക് ഫ്രീ ആണ്. Video fair value gap, yeah, done for the day. Time frame is drop നോക്കാം. ഇനിയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണേൽ നമുക്ക് എൻ്റർ നോക്കാം. കാരണം 50 minutes low റെസ്പെക്ട് ചെയ്യാണ്. സോ പ്രൈസ് ക്യാൻ ഗോ ലോവർ ഫ്രം ദർ. സെയിം 5 minutes അതില്ല. കേസിൽ അതെടുത്തിട്ടുണ്ടോ? അത് ഇൻവേഴ്സ് ചെയ്തിട്ടില്ല. സോ പ്രൈസ് ഇസ് സ്റ്റിൽ ബെയറിഷ്.
This is actually against my rules, so I don't know. Okay, next possible liquidity is on a close here, or else this will be bad. Got that. ഇത്രയും നമുക്ക് ആവശ്യമില്ല, സ്റ്റിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോസിബിൾ ലിക്വിഡിറ്റീസ് 1:1 ആയി. ഇവിടെ വരെ നമുക്ക് നോക്കാം. So if this trade hit TP, ഞാൻ നാൾ ട്രേഡ് ചെയ്യില്ല. That's the punishment I'm going to give myself for breaking my rule. Okay. 1800 ആണ് നമ്മുടെ ടാർഗറ്റ്. ആൻഡ് നമുക്ക് നോക്കാം. 1100 സംതിങ് നമ്മൾ ഉണ്ടാക്കി തോന്നുന്നു കഴിഞ്ഞ ട്രേഡിൽ. 1700 or 1600 സംതിങ് മതിയാവും. Price is still bearish on both asset classes. Yeah, liquidity on that. So yeah. I'm not taking any losses on this trade. What a low under. So price doesn't have to go higher. And yeah, 20 minutes candle is about to go. 50 minutes just open it over, so it has time. What about yes? Yes, just took that daily low. Sorry, daily low now. നമുക്ക് എന്തായാലും നഷ്ടമില്ല ട്രേഡിൽ. സോ ലെറ്റ്സ് ജസ്റ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. One price to take this fair value gap now and just go lower from there and break this low. Immediately break this low. നമുക്ക് എന്തായാലും ഈ പ്രൈസിൽ എന്താ, we don't have any risk. ഇത് ഇൻവേഴ്സ് ചെയ്താൽ that means price is not gonna be bullish anymore. So you need to close at any time now. ഈ candle close ചെയ്യുന്നത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. If it inverses, we are closing the trade. It didn't, so we're holding it for another candle. And a mini trader though, I'll be chasing prices, so I don't want to do that. Little bit the outcome. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ എടുക്കാനായിരിക്കാം പ്രൈസ് പോകുന്നത്, ബട്ട് വി ആർ നോട്ട് ഷുവർ. അതൊരു പ്രീമിയത്തിലുള്ള സാധനമാണ്. സോ അവിടുന്ന് പ്രൈസ് മേ ബി പ്രൈസ് പ്ലേസ് ചെയ്യാൻ താഴോട്ട് ഡിസ്കൗണ്ടിലേക്ക്. പ്രൈസ് ഓൾറെഡി ഒരു ബുള്ളിഷ് നേച്ചറാണ്, സോ പ്രൈസ് നീഡ് മോർ ലിക്വിഡിറ്റി. സോ അതുകൊണ്ടാവാം പ്രൈസ് പോകുന്നത്. പക്ഷേ ഇത് ഇൻവേഴ്സ് ചെയ്തത് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്, ബട്ട് അതൊരു ഡിസ്കൗണ്ടിലുള്ള സാധനം ആയതുകൊണ്ട് ഐ എം നോട്ട് ഗിവിങ് ഇറ്റ് ടു മച്ച് എന്താ
It's not a deal breaker. So just let it be. Okay, E high, ഈ candle break ചെയ്യാൻ നോക്കാം. If it does that, that's a good thing. ES ൽ എന്താ ചെയ്യുന്നത് നോക്കാം. ES is also doing the same shit. So നമുക്ക് നോക്കാം. I should break this low. ഞാൻ കണ്ടപ്പോൾ കാരണം ഓൾറെഡി നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. സോ ഇറ്റ് ഷുഡ് ബ്രേക്ക് വിത്ത് സെൽ സൈഡ് ലിക്വിഡിറ്റി. ഈ സാധനം നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ ലിക്വിഡിറ്റി ഉണ്ടോ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം വിത്ത് യെല്ലോ. അത് ഇൻവേഴ്സ് ചെയ്ത് കാണണം എനിക്ക്. അവിടെ ഒരു പ്രൈസ് ക്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ദാറ്റ്. അതിൽ കൂടുതൽ ലോസ് ഞാൻ എടുക്കില്ല. ഭയങ്കര ചോപ്പി ഡെലിവറിയാ പ്രൈസ്. സോ വെരി 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 ഷിറ്റി ഡെലിവറി. പ്രൈസ് ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ. പക്ഷേ ഈ ലോ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഹാസ് ടു ബ്രേക്ക് ദസ് TP. അതാണ് പ്രൈസ് എന്ന് ചെയ്യേണ്ടത്. ലെറ്റ്സ് സീ. Let's hope for the best. See, very shitty delivery. അത് ഇൻവേഴ്സ് ചെയ്തതെന്ന് വെച്ചാൽ ഇല്ല, ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ദാറ്റ്. ആ പ്രൈസ് ക്യാപ്പ് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഐ കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ് മൂവ്മെൻറ്റ്. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മതി ബിലോ ദാറ്റ്. അത് ആക്ച്വലി പോസിബിൾ ആണ്. നമുക്ക് നോക്കാം. യെസ് എവിടെ? ES-ൽ ഈ ലോ കണ്ടോ? യെസ് ആക്ച്വലി അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ് ഇത് ക്ലോസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ബാഡ് തിങ്. അപ്പം നമുക്ക് ക്യാൻഡിൽ ഈ ലോ ക്ലോസ് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. A strong bullish movement. എനിക്ക് കാണുന്നുണ്ട്. വെരി സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റ്. 10 o'clock മാനിപ്പുലേഷൻ ആണ് ഇതിൽ കണ്ടത്. ഓക്കെ, ദാറ്റ്സ് നോർമൽ. ഇപ്പോൾ പ്രൈസ് അത് ഇൻവേഴ്സ് ചെയ്തു. ഇനി ഐ നീഡ് ടു സീ എ സ്ട്രോങ് bearish movement. Very strong bearish movement. പ്രൈസ് ആക്ച്വലി അതിന് കേപ്പബിൾ ആണ്. ചെയ്യാൻ നോക്കാം. ഹോൾഡ്. അത് ഇൻവേഴ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ പ്രൈസ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. അതർവൈസ് ഐ വുഡ് ഹാവ് ക്ലോസ്ഡ് ഇറ്റ്. $1,400 and above bottom price, and now it's gonna go bearish. See, low create price. I want to see that swing low. Okay, liquidity create ചെയ്യുന്നുണ്ട് പ്രൈസ്. See, swing low. So maybe ഇവിടുന്ന് ബുള്ളിഷായി പോകാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം പ്രൈസ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും? SL വെച്ചിട്ടുണ്ടാവും. സോ പ്രൈസ് അതെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. പ്രൈസ് ഇൻവേർഷനിൽ തന്നെ കിടന്നാണ് കളിക്കുന്നത്. ദാറ്റ് ഈസ് ഐ ഡോണ്ട് നോ. പ്രൈസ് ഇൻ സ്ട്രോങ് ബെയറിഷ് മൂവ്മെന്റ്. ഐ വാണ്ട് ടു സീ ദിസ് വൺ ബ്രേക്കിംഗ്. അതാണ് എനിക്ക് കാണുന്നത്. പ്രൈസ് ആക്ച്വലി അതിന് കേപ്പബിൾ ആണ്. ES നോക്കാം ജസ്റ്റ്. ESും ബെയറിഷ് ആണ്. kind of inversed. അത് ഈ ഒരു ഇൻവേർഷൻ കണ്ടോ? സീ ദിസ് ലോ, the price inverse ചെയ്തിട്ടുണ്ട്. So it is bearish. Price is bearish. ഈ ലോ ബ്രേക്ക് ചെയ്യാണ് എനിക്ക് അടുത്തത് കാണുന്നത്. ഈ ലിക്വിഡിറ്റി എടുത്ത പ്രൈസ് ഓൾറെഡി
1600 plus I think I may need. Close to PNL ഇതിൻ്റെ അകത്ത് കാണിക്കാം. No. 1000 something. That's a bad thing. Honestly, that's a bad thing. Price shouldn't be doing that. Price close, you know. No. This much. Chumma liquidity create a price. That's what price is doing right now. And any price the range in the out going, I don't know. Price വേറെ ഇല്ല മേലെ പിന്നുള്ള ഈ ലിക്വിഡിറ്റി ഇത് റീടേക്ക് ചെയ്യേണ്ട എന്ത് കാര്യമുള്ളൂ. Doesn't have to do that. സൂപ്പർ ബാരിഷ്നെസ് കാണിക്കും. ഈ ലിക്വിഡിറ്റി രണ്ടും എടുക്കും. That's what I want to see. കണ്ടോ ആ ലിക്വിഡിറ്റി എടുക്കണം. പ്രൈസ് 1500 പ്ലസ് അതാണ് ഇപ്പം കാണുന്നത് എനിക്ക്. വൺ അവറിൽ നോക്കുവാണെങ്കിൽ പ്രൈസ് ഇഷ്ടംപോലെ ലിക്വിഡിറ്റി ഉണ്ട്. ചുമ്മാ ഒന്ന് എടുത്താൽ മതി. ഈ സാധനം കണ്ടോ, ജസ്റ്റ് ഇൻ കേസ് നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് മാറ്റാം. കാരണം 1800 പ്രൈസ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ഔട്ടും. ജസ്റ്റ് ഫോർ യുവർ റെഫറൻസ്. Price close ആയി. നമുക്ക് ആക്ച്വലി ഇത്ര വേണ്ട. ഇത്ര എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10K ഉണ്ടാക്കേണ്ടി വരും. സോ $300 നമുക്ക് ലോസ് ചെയ്യണം. അതിന് it might backfire. Okay, that's it for the day.